കർത്താവിന്റെ പരിശുദ്ധമായ പുണ്യനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ പ്രസിദ്ധമായ ആനന്ദ് പാസ്റ്റർ, ഈ സഭയിലുള്ള സകല വിശുദ്ധന്മാർ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവകൃപയാൽ നമ്മളോട് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ തക്കോണം ലഭിച്ച ഈ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെയും ദൈവം അത്ഭുതവും അതിശയകരമായ നിലയിൽ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തു വരുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വളരെ സംതൃപ്തനാണ്. കർത്താവിനെ കണ്ടുമുട്ടിയ നാൾ മുതൽ ഇന്ന് വരെയും വളരെ സന്തുഷ്ടിയോടും സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടെ കർത്താവിനെ സേവിക്കുവാനും സ്നേഹിക്കുവാനും ആരാധിക്കുവാനും സാക്ഷിപ്പാനും ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ജീവിതത്തിൽ പുറകോട്ട് നോക്കുമ്പോൾ ഒത്തിരി പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉപദ്രവങ്ങളും താടനങ്ങളും പീഡനങ്ങളും മർദ്ദനങ്ങളും ഒക്കെ സഹിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും അതെല്ലാം സന്തോഷത്തോടുകൂടെ കർത്താവിനെ സേവിക്കുന്നതിന് മുതൽക്കൂട്ടായി തീർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജീവിതം നേരിട്ട് എല്ലാ കഷ്ടങ്ങളിലും കർത്താവിനെ സേവിക്കുന്നതിന് എനിക്ക് കൂടുതൽ ശക്തിയോടുകൂടി ദൈവത്തെ സ്തുതിക്കുന്നതിനും ആരാധിക്കുന്നതിനും ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്നതിനും അത് സഹായകരമായി തീർന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാനത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക. ഞാൻ പറയുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ലോകത്തെ ചലിപ്പിക്കുന്ന ദൈവത്തിന്റെ കരത്തെ ചലിപ്പിക്കുന്നതാണ് പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ലോകത്തെ ചലിപ്പിക്കുന്ന ദൈവത്തിന്റെ കരം, ആ കരത്തെ ചലിപ്പിക്കുന്നതാണ് പ്രാർത്ഥന. ഒരു ഭക്തൻ മുഴങ്കാലിൽ ഇരിക്കുമ്പോഴാണ് സാത്താൻ വിറയ്ക്കുന്നത്. ദൈവത്തിന്റെ തിരുഹൃദയത്തിലേക്ക് തൊടുത്തുവിടുന്ന അമ്പാണ് പ്രാർത്ഥന. സ്തോത്രം. പ്രാർത്ഥന ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരെല്ലാം പ്രാർത്ഥിക്കുന്നവരായിരുന്നു. മാത്രമല്ല യേശു ക്രിസ്തുവാണ് ഏറ്റവും വലിയ പ്രാർത്ഥനാ മനുഷ്യൻ. പ്രാർത്ഥനയിലൂടെ നമുക്ക് ഏത് കാര്യവും സാധിക്കും എന്നുള്ളത് കൊണ്ട് നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി ആ കർത്താവിനെ സ്തുതിക്കുവാനും പ്രാർത്ഥിച്ചിട്ടുള്ള വിഷയങ്ങൾക്കെല്ലാം ദൈവം മറുപടി തന്നിട്ടുണ്ട്. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതാണ് എനിക്കുള്ള സന്തോഷം. പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ദൈവം മറുപടി തന്ന് സഹായിക്കുന്നു. സ്തോത്രം. ആവശ്യബോധവുമായി അടുത്തു വരുന്ന ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി ചെയ്യുന്നു. ദൈവം നമ്മളെ ഓരോ ദിവസവും അത്ഭുതവും അതിശയകരമായ നിലയിൽ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതുപോലെ മറ്റൊരു വ്യക്തി, ഞാനൊരു വിവാഹ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന പ്രവർത്തനം, വിവാഹ ശുശ്രൂഷയെ സംബന്ധിച്ച് പ്രസംഗിച്ചതിന് ശേഷമായിരിക്കുമ്പോൾ മന്ത്രി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഇലക്ഷന്റെ സമയമാണ്. അത് ഓടി വന്ന് എൻ്റെ അടുക്ക് വന്നിട്ട് ഭാഷ വളരെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്നുള്ളത്. അങ്ങനെ നമ്മുടെ അടുത്തൊരു പാസ്റ്റർ എടുത്ത് വന്ന് ഒരു ആൾ ആവശ്യപ്പെടുമ്പോൾ എനിക്ക് സാധിക്കില്ല എന്ന് പറയാൻ ഒക്കത്തില്ല അദ്ദേഹത്തോട്. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാതെ തോളെ കൈവച്ച് എന്നെ കൈ എത്തത്തില്ല, എത്ര നല്ല ഉയരമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ദൈവകാരൊക്കെ വെച്ച് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവ് ഈ ഇലക്ഷനിൽ ഇദ്ദേഹത്തിന് വിജയം നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ നിലയിൽ അവിടെ അദ്ദേഹം വിജയിച്ചു മന്ത്രിയായി, ഭക്ഷ്യമന്ത്രിയായി തീരുവാനിടയാണ്. ദൈവത്തിന്റെ അത്ഭുതകരമായ നടത്തിപ്പോർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം. അതാണ് എനിക്ക് അധികമായി സന്തോഷമുണ്ട്. കർത്താവിനെ സേവിക്കുന്നതിൽ, സ്നേഹിക്കുന്നതിൽ, ആരാധിക്കുന്നതിൽ ദൈവത്തോട് നാം പറയുന്ന കാര്യങ്ങൾക്ക് ദൈവം മറുപടി നൽകി നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നത്. കാരണം നാം വായിച്ച സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിച്ചു. എന്താണ് വായിച്ചത്? ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാം ആരാണ്? ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാരാണ്, ഭക്തന്മാരാണ്. അതുകൊണ്ട് തന്നെ നാം ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ സ്വത്വത്തോടുകൂടി അറിയിക്കുമ്പോൾ ആ പ്രാർത്ഥനാ വിഷയങ്ങൾ തള്ളിക്കളയാതെ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുകയാണ്. ഭക്തനെ തനിക്കായി ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിനാണ് സഭയെന്ന് പറയുന്നത്. സ്തോത്രം. വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിന് സഭയെന്ന് പറയും. നമ്മളെല്ലാം ദൈവം കാലാകാലങ്ങളായി വിളിച്ച് വേർതിരിച്ച് ദൈവസന്നിധി കൊണ്ടുവന്നിരിക്കുന്നു. ഭക്തനെ കർത്താവിനായി വേർതിരിക്കപ്പെട്ടവരായതുകൊണ്ട് നാം കർത്താവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നൊക്കെ തരുവാനായി അവൻ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ പ്രാഗൽഭ്യത്തോടുകൂടെ
ആ ഒരു ഉറപ്പോടും ധൈര്യത്തോടും കൂടെ നാം ആ കൃപാസനത്തേക്ക് അടുത്ത് എന്നിട്ട് ഈ വിഷയങ്ങൾ ദൈവത്തിന്റെ സന്നിധി ഉണർത്തിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി നമ്മെ മാനിക്കും. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ കോട്ടയം ജില്ലയിലാണ് എൻ്റെ വീട്. കോട്ടയം പൂരോപ്പട എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുകൊണ്ടാണ് അവിടെ പ്രസംഗിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു പരീസ് പൂരോപ്പട എന്ന് പറയുന്ന മാസ്റ്റർ വന്നിട്ടുണ്ട്. പൂരോപ്പടയിലാണ് എൻ്റെ സ്ഥലം. ഞാൻ ഒരു ഓർത്തഡോക്സ് കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ട്. മാതാപിതാക്കന്മാർ ജനിച്ചു വളർത്തപ്പെട്ട് വളരെ ഭക്തിയോടുകൂടി സൺഡേ സ്കൂൾ, യുവജന പ്രസ്ഥാനം ഒക്കെ വളരെ സജീവമായി പ്രവർത്തിച്ച് സൺഡേ സ്കൂൾ അധ്യാപകൻ, യുവജന പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗം, ഈ നിലകളിൽ പള്ളിയോടുള്ള ബന്ധത്തിൽ അടുത്ത് പ്രവർത്തിച്ചു. ഒരു പുരോഹിതനാണോ എന്നുള്ള ആശയുടെ ഉള്ളിലുണ്ടായിരുന്നു. ആത്മീയമായ യേശുവിനോട് എനിക്ക് അതിയായ സ്നേഹമുണ്ടായിരുന്നു. കർത്താവിനെ ഞാൻ വളരെ സ്നേഹിച്ചിരുന്നു. അതിന് ദൈവത്തോടുള്ള ആ സ്നേഹം കൊണ്ട് ഞാൻ ആത്മീയ കാര്യങ്ങൾ വളരെ തീക്ഷ്ണയോടെ, അറിയാവുന്ന പള്ളിയോടുള്ള ബന്ധത്തിൽ അറിയാവുന്ന കാര്യങ്ങൾ തീക്ഷ്ണയോടെ ആരാധന മുടങ്ങാതെ കൃത്യമായും ഒക്കെ സംബന്ധിച്ചു പോന്നു. എന്നാൽ വളരെ മുന്നോട്ട് പോന്നപ്പോൾ പുരോഹിതനാകണമെന്നുള്ള ആശ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ വളരെ കാര്യങ്ങൾ മുതിർന്നു കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ആ കാര്യങ്ങളെ കുറിച്ച് ചിന്തിപ്പോൾ പൗരോഹിത്യത്തിൽ പറയുന്ന കാര്യങ്ങളും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാതെ പോകുന്നത് കൊണ്ട് അതിലേക്ക് കടക്കുവാൻ എനിക്ക് മനസ്സില്ലാതെ അല്പമായി ഞാൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്കും മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്കും മുന്നോട്ട് പോയി. അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട ഇന്ന് കേരളം ഭരിക്കുന്ന ഇലക്ഷൻ ഓഫീസിന്റെ ചുമതല വഹിച്ച് അദ്ദേഹത്തെ ആദ്യമായി പുതുപ്പള്ളിയിൽ നിന്ന് ജയിപ്പിച്ചു തരാൻ അധ്യധ്വാനം ചെയ്ത് പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം കണ്ടു. അദ്ദേഹത്തിനെ ജയിപ്പിച്ചു. അതിനുശേഷം ഇന്ന് വരെ അദ്ദേഹം തോന്നിട്ടില്ല. സ്തോത്രം. ഏതായാലും അതിനുശേഷമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിങ്ങനെയൊക്കെ ആണെങ്കിലും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആ വലിയ സ്നേഹം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു. എങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ എല്ലാം എന്നോട് പറയും, മനസ്സെന്നോട് പറയും, ഇതല്ല നിന്റെ പണി, ഇതല്ല നിന്റെ ജോലി, എന്തോ വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്യാനുണ്ട് എന്നോട് എൻ്റെ അന്തരാത്മാവ് ദൈവാത്മാവ് സംസാരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം ഈ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വീട്ടിലൊരു പ്രാർത്ഥന കേട്ടു. ഞാൻ അവിടെ കയറി ചെന്നു. ആ പ്രാർത്ഥനയിൽ സംബന്ധിച്ചു. അപ്പൊ ഞാൻ അതുവരെ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പാപമോചനം മനുഷ്യനെങ്ങനെ പ്രാപിക്കാം എന്നുള്ളതായിരുന്നു. മതങ്ങൾ പഠിപ്പിക്കുന്ന രീതിയിൽ പാപമോചനം എന്ന് പറയുന്ന എൻ്റെ പദം പഠിപ്പിക്കുന്നതനുസരിച്ച് എനിക്ക് പാപമോചനം പ്രാപിക്കാൻ പറ്റില്ല. എൻ്റെ പുരോഹിതനും പാപമോചനം പ്രാപിക്കുന്നില്ല. അദ്ദേഹവും പാപിയാണ്. എല്ലാവരും പാപികളാണ്. എന്നാൽ ഈ പാപത്തിൽ നിന്ന് എങ്ങനെ മോചനം പ്രാപിക്കുവാൻ കഴിയും എന്നുള്ള ചിന്ത അതിനെ ഭരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സ്നാന ശുശ്രൂഷ കാണുവാൻ ഇടയായിട്ടുണ്ട്. ആ സ്നാന ശുശ്രൂഷയിൽ യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, പരിശുദ്ധാത്മാവിനെ നൽകുന്നു, രാജാതി രാജാവായി വേഗം വരുന്നു എന്നുള്ള വാക്യം എൻ്റെ മനസ്സിൽ വളരെയധികം സ്പർശിക്കുവാനിടയായിട്ടുണ്ട്. അപ്പൊ യേശുക്രിസ്തു വേഗം വരുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഒരു ദിവസം ഒരു യോഗത്തിൽ സംബന്ധിക്കാൻ അവസരം കിട്ടി. അന്ന് പാപമോചനം യേശുക്രിസ്തുവിന്റെ രക്തത്താലാണോ പാപമോചനം ലഭിക്കുന്നതും അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകലമോ പാപവും പോയി നമ്മെ ശുദ്ധീകരിക്കും എന്നുള്ളതായിരിക്കുന്ന ആ സന്ദേശം കേൾക്കുന്നതിനും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ പാപമോചനം ലഭിക്കുമെന്ന് എനിക്ക് ബോധ്യമാവുകയും അങ്ങനെ യേശുക്രിസ്തുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിക്കാനിടയായിട്ടുണ്ട്. എനിക്ക് വലിയ സന്തോഷമുണ്ടായി. ഞാൻ വളരെ ചുരുക്കിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അവസരം പോലെ പിന്നീട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയുവാനായിട്ട് സാധിക്കും. വളരെ സന്തോഷം ഹൃദയത്തിലുണ്ടായി. തുടർന്ന് ദൈവജനം വായിക്കുന്നതിന് തുടർന്ന് ദിവസങ്ങളുടെ യോഗത്തിൽ സംബന്ധിക്കുന്നതിനും സ്നാനത്തെ കുറിച്ചുള്ള സന്ദേശം കേൾക്കുന്നതിനും അങ്ങനെ ഞങ്ങളുടെ പുരയിടത്തിന്റെ സൈഡിൽ കൂടെ തന്നെ പന്നകം എന്ന് പറയുന്ന തോട് ഒഴുകുന്നുണ്ട്. ആ പന്നകം തോട്ടിൽ സ്നാനം സ്വീകരിക്കുവാൻ തുടർന്ന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിപ്പാനിടയായി. അപ്പൊ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. അങ്ങനെ ഞാൻ പള്ളിയിലോടും രാഷ്ട്രീയ രംഗങ്ങളോടും സാംസ്കാരിക രംഗങ്ങളോടും ഒക്കെ നാടകങ്ങളും മറ്റുമൊക്കെ അഭിനയിക്കുകയും ധാരാളം അഭിനയിക്കുകയും വായനശാലകൾ ഉണ്ടാക്കുകയും നാട്ടിൽ റോഡുകൾ ഉണ്ടാക്കുകയും അങ്ങനെ സാമൂഹ്യ രംഗത്ത് വളരെ വർഷങ്ങൾ പ്രവർത്തിക്കുവാനിടയായി. അതുകൊണ്ട് നാട്ടിൽ എല്ലാവർക്കും എന്നോട് വളരെ സ്നേഹവും താല്പര്യവുമാണ്. എന്നാൽ ഈ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും എന്നോട് താല്പര്യം എല്ലാവരും അകന്നു മാറുവാനായിട്ട് തുടങ്ങി. എങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോൾ പാസ്റ്റർ P.A.V. സാം എന്ന് പറയുന്ന ഒരു ദൈവഭക്തൻ ഒരു ക്രൂസൈഡ് നടത്തുന്നതായ സമയത്ത് ഇളമ്പൻ എന്ന് പറയുന്ന സ്ഥലത്ത് പുനലൂർ അദ്ദേഹം ക്ഷണിക്കുകയും ഞാൻ അവിടെ പോയി ആ സാക്ഷ്യം പറയുകയും ചെയ്തു. എൻ്റെ സാക്ഷ്യമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്നോട് വലിയ താല്പര്യം തോന്നി. അദ്ദേഹം പറഞ്ഞ് എൻ്റെ കൂടെ എറണാകുളത്ത് വന്ന് താമസിച്ച് നമുക്കൊരു പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ക്ഷണിക്കുക. അങ്ങനെ ഞാൻ വീട്ടിൽ എറണാകുളത്ത് വന്ന് ശാന്തി നഗറിലെ
അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തോടു കൂടെ ക്രൂസൈഡുകൾ നടത്തുവാനും അതിൻ്റെ പങ്കാളിത്തം വഹിക്കുവാനും ഒക്കെ ഇടയായി. അങ്ങനെ പല സ്ഥലങ്ങളിലും കേരളത്തിൽ പലയിടങ്ങളിലും പോയി. കോഴിക്കോട് അതുപോലെ തെക്കുള്ള പല സ്ഥലങ്ങളിലും ക്രൂസൈഡുകൾ നടത്തുവാനും ഒക്കെ ദൈവം എനിക്ക് അവസരം നൽകി. പ്രവർത്തിക്കാനും ശുശ്രൂഷിക്കാനും അവസരം ലഭിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് എറണാകുളത്തൊരു മഴക്കാലത്തൊരു ക്രൂസൈഡ് നടത്തി. അതിൻ്റെ ഫലമായിട്ട് 3-4 കുടുംബങ്ങൾ, കത്തോലിക്ക കുടുംബങ്ങൾ വിശ്വാസത്തിലേക്ക് വന്ന് ആ ഒരു വീട്ടിൽ ഞങ്ങൾ ആരാധന തുടങ്ങി. ആ ആരാധന ഞാൻ തന്നെ തുടർന്നു വന്നു. അങ്ങനെ ആരാധനയിൽ ആളുകളുടെ എണ്ണം വർദ്ധിച്ചു. ആ പ്രവർത്തനങ്ങളിൽ ധാരാളമായ ആത്മാക്കളുണ്ടായി. അത് തൈക്കൂടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു വീട് വാടകയ്ക്ക് അവിടെ തുടങ്ങി. ആ വേല അനുഗ്രഹിച്ചു. അവിടെ നിന്ന് പള്ളിക്കരയിലും കരിമുകളിലും സമ്മാനിമറ്റം എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ പോയി 6 വർഷം കൊണ്ട് 4 സ്ഥലത്ത് വേല ആരംഭിക്കുവാൻ കർത്താവ് പ്രവർത്തിച്ചു. അങ്ങനെ 4 സ്ഥലത്തും ഇപ്പോൾ 100-ലധികം വിശ്വാസികളും ഹോളും പാഷനേജും കൊണ്ട് നല്ല നിലയിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഉള്ള പ്രവർത്തനങ്ങൾ വളരെ തീഷ്ണതയോടെ മുന്നോട്ട് പോകുവാൻ ഇടയായി തീർന്നു. അതിന്റെ ഫലമായി ധാരാളം ആത്മാക്കളെ ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുന്നതിനും സുവിശേഷ വേലക്കാരെ വാർത്തെടുക്കുന്നതിനും ഇടയായി തീർന്നു. അങ്ങനെ ശുശ്രൂഷയിൽ മുന്നോട്ട് വന്ന പ്രവർത്തന ഫലമായി ഉണ്ടായ പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ശാരീരികമായ മർദ്ദനങ്ങൾ അനുഭവിക്കുവാനിടയായി. അതിൻ്റെ വലത്തെ ചെവിട്ടത്തും ഇടത്തെ ചെവിട്ടത്തും മാറി മാറി അടിക്കുകയും പുറത്തെ ഇടിക്കുകയും ഷക്ക് വലിച്ചുകയും ചവിട്ടുകയും അങ്ങനെ മൃഗീയമായ നിലയിൽ എന്നെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 16 വിദ്യാർത്ഥികൾക്ക് ദൈവജനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ഇങ്ങനെയുള്ള ഒരു ഉപദ്രവം ഉണ്ടായത്. പക്ഷേ അതെല്ലാം സഹിഷ്ണുതയോടെ സഹിച്ചു. അതിന്റെ ഫലമായി ആ 16 പേരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുകയും പരിശുദ്ധാത്മാവിശ്വരം പ്രാപിക്കുകയും അവരെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ സുവിശേഷ വേല ചെയ്യുകയും ചെയ്തു. ഈ സംഭവം മനസ്സിലാക്കി ഒരാളെ രക്ഷകനായി സ്വീകരിച്ചതാണ് പ്രവാചകനായ ജോണിക്കുട്ടി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരു ദൈവദാസനെ സുവിശേഷത്തിന് വേണ്ടി മർദ്ദനം സ്വീകരിക്കാൻ എൻ്റെ നാട്ടിൽ വന്ന് അത് സ്വീകരിക്കാൻ സാധിക്കും, പിന്നെ എന്തുകൊണ്ട് എനിക്ക് രക്ഷിക്കപ്പെട്ടുകൂടാ? അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അദ്ദേഹത്തിന്റെ അനുജന മാതാപിതാക്കൾ വന്നു. അവരെല്ലാം സുവിശേഷ വേലയിൽ എറണാകുളത്തുണ്ട്. പല സ്ഥലങ്ങളിൽ അദ്ദേഹം പോയി കർത്താവിന്റെ വേല ചെയ്യുന്നു. അങ്ങനെ ആ സ്ഥലത്ത് ആണ് വീഗാലാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥാനം, ലോകം അറിയുന്ന ഒരു സ്ഥലമായി അവിടെ തീർന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് അവിടുന്ന് സുവിശേഷ വേലക്കാരൻ ദൈവം അയച്ചു. അവിടെ ത്യാഗം സഹിപ്പാനിടയാതൊരു മുതൽക്കൂട്ടായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനെ കഷ്ടം സഹിക്കുന്നത് ഒരു വരമാണ്. നമുക്ക് കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ സാധിച്ചാൽ അതൊരു വലിയ ഭാഗ്യമാണ്. അതിൽ നമ്മൾ സന്തോഷിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിപ്പി. നമുക്കതൊരു സന്തോഷമായി തീരണം, അതൊരു ആനന്ദമായി തീരണം, ഒരു ആഹ്ലാദമായി തീരണം, അത് നമുക്കൊരു ബലമായി തീരണം. അങ്ങനെ ഏത് കഷ്ടങ്ങൾ വരുമ്പോഴും അതെല്ലാം സന്തോഷത്തോടെ സഹിക്കുവാനും അത് നന്മയ്ക്കാണെന്ന് കരുതുവാൻ കർത്താവ് ഭാഗ്യം നൽകി. വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോകട്ടെ. അങ്ങനെ കർത്താവിന്റെ വേല കഴിഞ്ഞ 37 വർഷമായിട്ട് കർത്താവിന് വേല ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. കോട്ടയം, പിന്നെ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, 6 ജില്ലകളിലുള്ള സഭകളിൽ കർത്താവിന്റെ വേല ചെയ്യുവാനും 3 ജില്ലകളിൽ സെക്ഷൻ പാസ്റ്ററായി പ്രവർത്തിക്കുവാനും അതുകൊണ്ട് സംസ്ഥാന തലത്തിലുള്ള ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിച്ച് കർത്താവിന്റെ വേല ചെയ്യുവാൻ എനിക്ക് ദൈവം ഭാഗ്യം നൽകി. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും പോയി കർത്താവിനെ അറിയിക്കാനും ഇന്ത്യക്ക് വെളിയിൽ നിന്ന് മുമ്പ് ഒരു പ്രാവശ്യം പോയി ശുശ്രൂഷിക്കാനും ദൈവം എനിക്ക് അവസരം തന്നു. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ടാണ് ഈ സ്ഥലത്തെല്ലാം ദൈവനെ അയച്ചതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്നു. ഇവിടെ വരുവാനിടയായതും വലിയ സന്തോഷമാണ്. ഹൃദയത്തിൽ വലിയ സന്തോഷം തോന്നി. ദൈവത്തിന് സ്തോത്രം. ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ 128-ാം സങ്കീർത്തനം യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും, അവൻ മക്കളെയും മക്കളുടെ മക്കളെയും കാണും. ഈ മക്കളുടെ മക്കളെ കാണാൻ വേണ്ടിയാണ് തമ്പുരാൻ എന്നെ ഇവിടെ അയച്ചത്. പ്രൈസ്. ഭക്തനായ പുരുഷനുള്ള ഒരു വലിയ പദവിയും ഭാഗ്യവുമാണ് മക്കളെ കാണുക. ദൈവത്തിന്റെ സ്തോത്രം. എനിക്കൊരു മോനും ഒരു മോളുമാണ്. ഗ്രേസ്, പ്രൈസും ഗ്രേസുമാണ്. പ്രൈസ് ഇവിടെ ഉണ്ട്. ഗ്രേസ് കഴിഞ്ഞ ഈ മാസം 28-ാം തീയതി അവൾക്ക് ഒരു ഓമന കുഞ്ഞിനെ ദൈവം നൽകി കൊടുത്തു. ഒരു പെൺകുഞ്ഞിനെയാണ്. ആ കുഞ്ഞിനെ അവിടെ വീട്ടിൽ കൊണ്ടാക്കി, അവിടെ കൊണ്ടാക്കി. 1-ാം തീയതി ആ കുഞ്ഞിന് പ്രതിഷ്ഠയായിരുന്നു. എൻ്റെ ഭർത്താവ് ദോഹയിൽ ജോലി ചെയ്യാണ്. ചില മാസങ്ങൾക്ക് ശേഷം അവൾ ദോഹയിൽ കടന്നുപോയി. അവിടെ നേഴ്സായിട്ട് അവിടെ ജോലി ചെയ്യും. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം വചനം പറയുന്നത് സ്വന്തം കുടുംബം നന്നായി ഭരിക്കാൻ കഴിയാത്തവൻ എങ്ങനെ ദൈവസഭയെ
ഭരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് വലിയൊരു ചിന്തന മനസ്സിലുണ്ടായിരുന്നു. ഒരു കർത്തൃദാസനായി ദൈവിക ശുശ്രൂഷ ചെയ്യുമ്പോൾ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണം. മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും നല്ല നിലയിൽ പോയി ഒരു നല്ല ശുശ്രൂഷകനായി തീരുവാനുള്ള ഒരു വെമ്പൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ദൈവം കൃപയാൽ ഇതുവരെയും ആ നിലകളിൽ ക്ഷേമത്തോടെ നടത്തുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിച്ച് നമുക്ക് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഭക്തനെ തനിക്കായി വേർതിരിക്കുന്നു. ഭക്തനുള്ള ഭാഗ്യ പദവിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ അനേക കാര്യങ്ങൾ ഓർപ്പിക്കുവാനുണ്ടെങ്കിലും ഒന്ന് രണ്ട് വചനഭാഗങ്ങൾ വേഗത്തിൽ ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് തെസ്സലോനിക്ക ലേഖനത്തിലാണ്. തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, അതിന്റെ അവസാന ഭാഗം ഇങ്ങനെ വായിക്കുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയുന്നുവല്ലോ. സ്തോത്രം. തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളോട് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനത്തിലൂടെ അവരെ ഓർപ്പിക്കുകയാണ്, ഉണർത്തുകയാണ്, അവരോട് സംസാരിക്കുകയാണ്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മൾ നമ്മുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നന്നായി അറിയേണ്ടവരാണ്. സ്തോത്രം. അറിവില്ലാതിരിക്കരുത്, നമുക്ക് അറിവുണ്ടായിരിക്കണം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ദൈവത്തിന് സ്തോത്രം. ഭക്തനെ തനിക്കായി ആര് വേർതിരിച്ചു? ദൈവമാണ് വേർതിരിക്കുന്നത്. ആ ദൈവം തന്നെയാണ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്കൊരു അറിവുണ്ടായിരിക്കണം. സ്തോത്രം. നമ്മെ കുറിച്ച് തന്നെ നമുക്കൊരു അറിവുണ്ടായിരിക്കണം. നാം നമ്മെ അറിയുന്നതാണ് ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമ്മെ തന്നെ അറിയാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അറിവ്. പിന്നെ നാം അറിയേണ്ട ഒരു കാര്യമാണ്, ദൈവം സഹോദരന്മാരെ, നിങ്ങളെ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് നല്ല അറിവുണ്ടായിരിക്കും. നമ്മുടെ സ്വർഗീയമായ തെരഞ്ഞെടുപ്പാണ്, വിളിയാണ് നമുക്കുള്ളത്. ആ സ്വർഗീയമായ വിളിയും തെരഞ്ഞെടുപ്പും നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ദൈവം നൽകി തരുവാൻ ശക്തനായിട്ടുള്ളവരാണ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ നമ്മുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ അറിയണം. നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന 5 വർഷത്തേക്കോ ഉള്ള ഒരു തെരഞ്ഞെടുപ്പല്ല. ദൈവത്തിന്റെ സ്തോത്രം. നിത്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. സ്തോത്രം. ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവം നമ്മെ സ്നേഹിച്ച് തെരഞ്ഞെടുത്തതാണ്. സ്തോത്രം. ദൈവത്തിന് നമ്മളോട് സ്നേഹം തോന്നി. സ്തോത്രം. ആ സ്നേഹത്താൽ ദൈവമാണ് നമ്മളെ തെരഞ്ഞെടുത്തത്. നമ്മൾ ദൈവത്തെ തെരഞ്ഞെടുത്തതല്ല. യോഹന്നാന്റെ സുവിശേഷം വായിക്കുന്നുണ്ട് 15:16 വായിച്ചാൽ, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കഴിക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും. സ്തോത്രം. അവൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ്. കർത്താവിനെ സ്തുതിക്കാം. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. നമ്മുടെ മനസ്സിൽ എപ്പോഴും ചിന്തയുണ്ടായിരിക്കും, എന്റെ കർത്താവിനെ തിരഞ്ഞെടുത്തതാണ്. സ്തോത്രം. അവനെന്നെ സ്നേഹിച്ചു, അവനെന്നെ തിരഞ്ഞെടുത്തു, അവൻ എന്നെ ബോധിച്ചു, അവനെന്നെ ഇഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. നമ്മളോട് ദൈവത്തിന് ഇഷ്ടം തോന്നി, കരുണ തോന്നി, താല്പര്യം തോന്നി. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുക. തെസ്സലോനിക്കയിലുള്ള വിശുദ്ധന്മാരോട് പറയുകയാണ്, സഹോദരന്മാരെ, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയുന്നുവല്ലോ. നാം അത് അറിവുള്ളവരായിരിക്കണം. സ്തോത്രം. നമ്മൾ രണ്ടാമതായി 6-ാമത്തെ വാക്യം കൂടെ വായിക്കാം. 1:6. സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടും ഞങ്ങൾക്ക് കർത്താവിനും അനുകാരികളുമായി തീർന്നു. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടും ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. ബഹുകഷ്ടം സഹിച്ചു. ജീവിതത്തിൽ വളരെയധികം കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നു. ഞാൻ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ പിതാവ് പറഞ്ഞു, 1 സെന്റ് ഭൂമി നിനക്ക് തരത്തില്ല, വീട്ടിൽ നിന്ന് പോകാൻ. ഈ വീട്ടിലോട്ട് ഞാൻ കയറുണ്ടാകും. കാരണം ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ പിതാക്കന്മാരായി പണിയപ്പെട്ട പള്ളിയും അതിലെ ഔദ്യോഗിക സ്ഥാനങ്ങളും ഒക്കെ വഹിച്ച്
മാന്യമായ നിലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, സ്നാനപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ കുടുംബത്തിന് അപമാനം വരുത്തി വെച്ചു എന്നാണ് അവർ പറഞ്ഞത്. വീട്ടിൽ നിന്ന് പൊക്കോളാൻ പറഞ്ഞു. എൻ്റെ അമ്മ ഒരു മർദ്ദമ പിന്നെ കൂട്ടായ്മയെ സംബന്ധിച്ചുകൊണ്ട് അമ്മച്ചി രക്ഷിക്കപ്പെട്ടതായിരുന്നു. ആദ്യകാലത്തൊക്കെ മർദ്ദമക്കാരെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്ന ഉപദേശം പറയുന്നവരായിരുന്നു. ആ നാളിൽ അമ്മ രക്ഷിക്കപ്പെട്ടതായതുകൊണ്ട് അമ്മയുടെ സഹായത്താൽ ഭക്ഷണമൊക്കെ കൊണ്ടുവരുന്നു. അങ്ങനെയൊക്കെ തന്നു കുറച്ച് നാളുകളായി നിന്നു. അതിനുശേഷമായിട്ടാണ് ദൈവനെ എറണാകുളത്തേക്ക് അയക്കുവാനിടയായിട്ടുള്ളത്. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ ധരിച്ച വസ്ത്രവും 2 ഖദർ മുണ്ടും 2 ഖദർ ഷർട്ടും മാത്രമേ ഉണ്ടായിരുന്നു. അതുമായിട്ടാണ് എറണാകുളത്ത് ഞാൻ പോകുവാനിടയായിട്ടുള്ളത്. പിന്നെ അവിടെ നിന്നുകൊണ്ട് ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാട്ടോടുന്നതിന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് യേശു പറഞ്ഞെങ്കിൽ, യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ നടന്നാൽ എനിക്കത് കിട്ടുമോ? സ്തോത്രം. ഞാൻ അങ്ങനെ നടക്കുവാനിടയായിത്തീർന്നു. വീട്ടിൽ നിന്നും ആവശ്യപ്പെട്ടില്ല, ആരോടൊന്നും ചോദിച്ചിട്ടില്ല. വളരെയധികം പ്രയാസമുണ്ടായി. ഉറങ്ങാനിടയില്ലാതെ വിഷമിച്ച സ്ഥലമുണ്ട്, ആഹാരത്തിന് വിഷമിച്ച സമയമുണ്ട്, വസ്ത്രം മാറിയെടുക്കാൻ ഇല്ലാതെ വന്ന സമയമുണ്ട്. എന്നാലെല്ലാം സഹിഷ്ണുതയോടെ കർത്താവ് പറഞ്ഞ വാക്കിൽ ഞാൻ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ വാക്കിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയപ്പോൾ ദൈവം എനിക്ക് ആവശ്യമായതെല്ലാം തന്നുകൊണ്ടിരിക്കുന്നു. ആ എറണാകുളത്ത് നിന്ന് ഞാൻ ഒരാഴ്ച കർത്താവെ സുവിശേഷ വേലയ്ക്ക് യോഗ്യവതിയായ ഒരു പങ്കാളിയെ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ആലിസിനെ ദൈവം കൂട്ടിച്ചേർത്തത്. അങ്ങനെ ഞങ്ങളുടെ കർത്താവിന്റെ വേല ഇന്നുവരെ ചെയ്തു വരുന്നു. ആ സന്തോഷത്തോടെ മുന്നോട്ട് പോയപ്പോൾ ദൈവം 2 കുഞ്ഞുങ്ങളെ തന്നു. ജനിക്കുമ്പോൾ തന്നെ ഞാൻ സുവിശേഷ വേലയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നതുകൊണ്ട് ആ സുവിശേഷത്തിന് ഒരു പങ്കാളിയായി തീരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ദൈവം ആ നിലകളിലേക്ക് ആ പൈതനെ കൊണ്ടുപോകും. തക്കതായ ഒരു തുണയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തക്കതായ ഒരു തുണയെ ദൈവം ഒരുക്കി. എന്റെ മോൾക്ക് വേണ്ടി അതുപോലെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ തക്കതായ ഒരു തുണയെ ഒരുക്കി. ഇവരാരും വന്ന് എൻ്റെ വീട് ചോദിക്കുവോ, എൻ്റെ ബന്ധുക്കളെയോ ചാർച്ചക്കാരോ വലിപ്പമോ ഒന്നും ചോദിച്ചിട്ടില്ല. ഇവരെല്ലാം വന്ന് എന്നെ കണ്ടു, എൻ്റെ ഭാര്യയെ കണ്ടു, കുഞ്ഞുങ്ങളെ കണ്ടു, വിവാഹങ്ങളൊക്കെ നടത്തി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വീടോ കൂടോ കുടുംബമോ അതിന്റെ ധനസ്ഥിതികളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചോദിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ഉടുതുണിയോടെ ഇറങ്ങി സുവിശേഷ വേലയ്ക്ക് പോയതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം 2 കുഞ്ഞുങ്ങളെയും മാനിച്ചവർക്ക് വേണ്ടി വേണ്ടതെല്ലാം ദൈവം ഒരുക്കി. എന്റെ ജീവിതാനുഭവം നിങ്ങളോട് പങ്കിടുന്നത് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. യേശുവിനെ സ്നേഹിച്ചാൽ യേശു നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം എന്റെ പിതാവ് മാറ്റപ്പെട്ടു, മാതാവും ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന വീടും 40 സെന്റ് സ്ഥലവും എന്റെ പേരിൽ എഴുതി വെച്ചു. ഞാൻ ഒന്നിനും പോയിട്ടില്ല. അതെല്ലാം എന്റെ പേരിൽ ഒന്നും തരികയെന്ന് പറഞ്ഞ പിതാവ് എന്റെ പേരിൽ ആ സ്ഥലവും വീടും എല്ലാം എഴുതി വെച്ചിട്ടാണ് ലോകത്ത് നിന്ന് കടന്നു പോയത്. ഞാൻ ആ വീടിന്റെ ചില പണികൾക്ക് വേണ്ടി 2-3 മാസം കഷ്ടപ്പെടാനിടയായി. അതിനോടുള്ള ബന്ധത്തിലാണ് ഭക്ഷണം ശരിക്ക് കഴിക്കാനോ വിശ്രമമില്ലാതെ ഓടി നടന്ന് പ്രവർത്തിക്കേണ്ടി വന്നതുകൊണ്ട് ശാരീരികമായ ക്ഷീണമുണ്ടായി. അതിന്റെ ഫലമായിട്ടാണ് എൻ്റെ തലയിലെ 2-3 ഞരമ്പുകൾ പൊട്ടുവാനിടയായി തീർന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഐസിയുവിൽ കടന്നു. അനേക ദൈവമക്കൾ പ്രാർത്ഥിച്ചു. എൻ്റെ മനസ്സിൽ കൂടി ഒരു വചനം ഇങ്ങനെ വന്നു, കണ്ണുനീർ താഴ്വരയിൽ കൂടി കിടക്കുമ്പോൾ അവരെ ജലാശയമാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഈ വചനമാണ് എൻ്റെ ഉള്ളിൽ. ഞാൻ ഐസിയുവിൽ ഞാൻ ബെഡിൽ കിടക്കുമ്പോഴെല്ലാം നേഴ്സുമാരൊക്കെ വന്ന് ശുശ്രൂഷിക്കുന്ന സമയത്തെല്ലാം എൻ്റെ ഉള്ളിലൂടെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, കണ്ണുനീർ താഴ്വരയിൽ കൂടി കിടക്കുമ്പോൾ അവരെന്നെ ജലാശയമാക്കി മാറ്റുന്നു. ഈ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അനേകം വിശുദ്ധന്മാർ, പ്രത്യേകം ഇവിടെയുള്ള വിശുദ്ധന്മാർ പ്രാർത്ഥിച്ചു, ദൈവദാസൻ പ്രാർത്ഥിച്ചു, സഭ പ്രാർത്ഥിച്ചു, ജസ്റ്റിന്റെ പിതാവ് വന്ന് പ്രാർത്ഥിച്ചു. അവരെല്ലാം പ്രാർത്ഥിച്ചു. ലോകത്തെമ്പാടുമുള്ള വിശുദ്ധന്മാർ ചെല്ലുമ്പോഴൊക്കെ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പറയാണ്ട് ഭാഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു, സഭ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നെ അറിയാവുന്നവരും പറഞ്ഞു കേട്ടവരുമായ ധാരാളം ആളുകൾ ഇന്ത്യയിലും ദൈവവെളിയിലും ഒക്കെ ഇരുന്ന കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലെ ആളുകൾ പ്രാർത്ഥിച്ചു. എൻ്റെ ഉള്ളിലും ഒരു വചനം ഞാൻ കത്തിക്കൊണ്ടിരുന്നു, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ ജലാശയമാക്കി മാറ്റി. ചികിത്സിച്ച ഡോക്ടർ ചോദിച്ചു, അദ്ദേഹത്തിന് അത്ഭുതമായി. കാരണം പലരും ഇങ്ങനെ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഒന്നേ കാല് തളരും, അല്ലെങ്കിൽ ഒരു വശം തളർന്നു പോകും, കണ്ണിന് കാഴ്ച പോകും, ചെവിക്ക് കേൾക്കും, എന്തെങ്കിലുമൊക്കെ ഒരു സൈഡ് എഫക്റ്റ്, എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകാത്തവരാരുമില്ല. എന്നാൽ ദൈവം തമ്പുരാൻ എനിക്ക് ഒരു പ്രയാസമായിട്ടില്ല. ആരോഗ്യത്തോടെ ധൈര്യത്തോടെ ഇവിടെ വന്ന് ദൈവത്തിന് വളരെ ശുശ്രൂഷിപ്പാൻ തക്കണ ആവശ്യമായ കൃപ ദൈവം തന്നു. കാരണം ഈ വചനം എൻ്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു. കണ്ണുനീർ താഴ്വരയിൽ കൂടി കിടക്കുമ്പോൾ അവരതിനെ ജലാശയമാക്കി മാറ്റി.
പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവം അത്ഭുതവും അതിശയമായ സൗഖ്യവും കൂടുതലും തന്ന് ഇവിടെ യാത്ര ചെയ്ത് വരുവാൻ ഒരുമിച്ചായിരിക്കാനായിട്ട് ദൈവം കൃപ തന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് അധികാരികളായി തീർന്നു. ഞാൻ ക്രിസ്തുവിന്റെ അധികാരികളായിരിക്കുന്നവർ നിങ്ങളും വലിയ അധികാരികൾ ആകുവീൻ എന്ന് പറയുന്ന വചനം പോലെ യേശു ക്രിസ്തുവിനെ നമ്മൾ പിന്തുടരുക, അനുഗമിക്കുക. നമ്മൾ യേശുവിനെ പിന്തുടരുന്നവരായിരിക്കണം. അവിടെയുള്ള വിശ്വാസികൾ അങ്ങനെ അധികാരികളായി തീർന്നു എന്നാണ് പൗലോസ് സാക്ഷ്യം പറയുന്നത്. അടുത്ത നമ്മൾ അതിന്റെ 8ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും ആഖായിലും വിശ്വസിക്കുന്നവർ എല്ലാവർക്കും മാതൃകയായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. മാതൃകയുള്ള വിശ്വാസികൾ എവിടെ? മക്കദോന്യയിലും ആഖായിലും വിശ്വസിക്കുന്നിടത്തെല്ലാം അവർ മാതൃകയായി. ഓരോ ദൈവവൈതലും മാതൃകയായിരിക്കണം. ഈ സഭയെ സംബന്ധിച്ചൊരു മാതൃക സഭയെ നമുക്ക് പറയാം. കാരണം അവിടെ ഉള്ളവരെല്ലാം നല്ല മാതൃകയുള്ള വിശ്വാസികളാണ്. സ്തോത്രം. ആരെങ്ങനെ അവരെ അളന്നാലും കണക്ക് കൂട്ടിയാലും ഒരു ഊനവും കാണാതെ കുറ്റവും കുറവും പറയാൻ കഴിയാതെ വണ്ണം അവർ കർത്താവിനെ അനുഗമിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. മാത്രവുമല്ല, അതിന്റെ അടുത്ത ഭാഗം കൂടെ വായിക്കാം. കർത്താവിന്റെ വചനം കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോന്യയിലും ആഖായിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരുന്നു. അവരുടെ ഇടയിൽ നിന്ന് ദൈവത്തിന്റെ വചനം മുഴങ്ങിച്ചെന്നു. അവർ കർത്താവിനെ അനുയായികളായി സ്വീകരിക്കുക മാത്രമല്ല, സുവിശേഷീകരണത്തിൽ അവർ സന്നദ്ധരായി സ്വയം അവർ മുന്നോട്ട് ഇറങ്ങുവാനിടയായി. അവരുടെ ഇടയിൽ നിന്ന് ദൈവത്തിന്റെ വചനം മുഴങ്ങിച്ചെന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം പ്രസ്താവിക്കുന്നതിൽ, ദൈവവചനം ഘോഷിക്കുന്നതിൽ, പ്രസംഗിക്കുന്നവരിൽ അവർ മുൻപന്തിയിലായിരുന്നു. മറ്റൊന്നും അവരുടെ ഇടയിൽ നിന്ന് മുഴങ്ങിച്ചെന്നിട്ടില്ല. എന്തുമാത്രം മുഴങ്ങിച്ചെന്നു? ദൈവവചനം. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾ യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുക. നമ്മളിൽ നിന്ന് ദൈവത്തിന്റെ വചനം മുഴങ്ങിച്ചേരണം. ചെറിയവരോടും വലിയവരോടും എല്ലാം നാം ദൈവത്തിന്റെ വചനം പറയുന്നവരാണ്. ബ്രദർ രക്ഷിക്കപ്പെട്ടതാണോ, സ്നാനപ്പെട്ടതാണോ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്നുള്ള ചോദ്യം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുണ്ടാകണം. നമ്മളത് ചോദിക്കണം. ഞാനൊക്കെ വിശ്വാസത്തിൽ വന്ന സമയങ്ങളിൽ ഒരു സഹോദരനെ കണ്ടാൽ അല്ലെ മറ്റൊരാളെ കണ്ടാൽ ഉടനെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ബ്രദർ രക്ഷിക്കപ്പെട്ടതാണോ, ബ്രദർ സ്നാനപ്പെട്ടതാണോ, ബ്രദർ അഭിഷേകം പ്രാപിച്ചോ? ഈ ചോദ്യം ചോദിക്കുമായിരുന്നു. പക്ഷെ ഇന്നാരും ചോദിക്കാറില്ല. അതൊക്കെ അങ്ങനെയായിരുന്നു. നേരത്തെ ആളുകൾ ചോദിക്കാറുണ്ടോ, സഹോദരനെയോ സഹോദരിയോ ബ്രദർ രക്ഷിക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ സഹോദരി രക്ഷിക്കപ്പെട്ടതാണോ എന്നൊരു ആത്മഭാരം ആളുകൾക്കുണ്ടായിരുന്നു. രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസിയും ആത്മഭാരമുള്ളവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മഭാരം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഒരു ആത്മഭാരം ഉണ്ടായിരിക്കണം. ആത്മാക്കളെ കുറിച്ച് ദാഹം ഉണ്ടായിരിക്കണം. ആത്മാക്കളെ നേടുവാനുള്ള ഒരു വാഞ്ച ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി ഒരു ഭാരവും പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവത്തിന്റെ പൈതലിന്റെ ഉള്ളിലും ഒരു ആത്മഭാരം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അവിടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിൽ നിന്ന് ആത്മഭാരത്തോടുകൂടി ദൈവത്തിന്റെ വചനം എന്ത് ചെയ്തു? മുഴങ്ങിച്ചു. ദൈവവചനം ഘോഷിക്കണം. നമ്മൾ ഓരോരുത്തരും അതുപോലെ ദൈവവചനം ഘോഷിപ്പാനുള്ള ഉത്സാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെന്നാണ് ദൈവവചനം പറയുന്നത്. സ്തോത്രം. പ്രസിദ്ധമായിരുന്നു. മാത്രമല്ല അവർക്ക് എന്തുണ്ടായിരുന്നു? മക്കദോന്യയിലും ആഖായിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരുന്നു. ദൈവത്തിലുള്ള വിശ്വാസം. ഇന്ന് പലർക്കും വി ഇല്ല, ശ്വാസം മാത്രം. പ്രൈസ് ദി ലോർഡ്. വി ഇല്ല, പിന്നെ എന്തുണ്ട്? ശ്വാസം മാത്രമുണ്ട്. അത് പോരാ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വിശ്വാസം ഉണ്ടായിരിക്കണം. സ്വതന്ത്രം. വിശ്വസിക്കാൻ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നാണ് ദൈവത്തിനും പറയുന്നത്. നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുക, വിശ്വസിക്കുക, കടന്ന് വിശ്വസിക്കുക. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവരുത്. വിശ്വസിക്കുക. അവർക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾ
വളരെയധികം വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം പ്രസിദ്ധമായിരുന്നു. മറ്റുള്ളവർക്ക് അത് മാതൃകയായി അവരുടെ വിശ്വാസം മറ്റുള്ളവർ അംഗീകരിക്കത്തക്ക രീതിയിൽ പ്രസിദ്ധമായ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ഇവിടെ കേട്ടതായ സാക്ഷ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. വിരലുകൾ പൊട്ടിക്കേറി പ്രാർത്ഥിച്ചു. ദൈവം സൗഖ്യം നൽകി. അത്ഭുതമായ വിടുതലാണ് ദൈവം നൽകി കൊടുത്തിരിക്കുന്നത്. അതുപോലെയുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. വിശ്വസിച്ചാൽ നമുക്ക് ആ നിലകളിൽ ഉള്ള അനുഗ്രഹങ്ങൾ, നന്മകൾ ദൈവത്തിന് പ്രാപിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ ഉള്ളിൽ കടന്ന് വിശ്വസിക്കണം. നമ്മുടെ ദൈവം ശക്തിമാനാണ്. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യമില്ല. നമ്മെ ദൈവം വിളിച്ചിരിക്കുകയാണ്. ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുകയാണ്. നാം വേർതിരിയപ്പെട്ട വിശുദ്ധന്മാരായതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരിക മാത്രമല്ല, നമ്മുടെ സകല ആവശ്യങ്ങൾക്കും യേശു ക്രിസ്തു മതിയായവൻ തന്നെയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ അടുത്ത വാക്യം നമ്മൾ 1-ാം വാക്യത്തിന്റെ അവസാന ഭാഗം വായിക്കാം. എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിക്കാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചതിന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവരുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് എങ്ങനെ തിരിഞ്ഞുവെന്ന് എന്നും അവർ തന്നെ പറയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അവർ സ്വർഗത്തിൽ കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്ന് അവർ തന്നെ പറയുന്നു. സ്തോത്രം. അവർ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. അവർക്കറിയാവുന്ന രീതിയിൽ അവർ ആരാധിച്ചു. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരുന്നാൽ നിർമ്മലമായ സുവിശേഷം അവർ കേട്ട് കഴിഞ്ഞപ്പോൾ വിഗ്രഹാരാധന വിട്ട് അവർ ദൈവത്തിലേക്ക് വന്നു. നമുക്കറിയാം, തേരഹിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ യോശുവയുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നാം കാണുന്നത്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 2-ാമത് വാക്യം നമുക്ക് വായിക്കാം. നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും നാഹോരിന്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കരികെ പാർത്ത് അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്നു. അന്യ ദൈവങ്ങളെ ആരാധിച്ചിരുന്നു. വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു. അബ്രഹാമിന്റെ പിതാവിന്റെ കഥയൊക്കെ പറയുമ്പോൾ അവര് വിഗ്രഹാരാധന മുന്നോട്ടാണ്. വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഒരു പരിചയത്തിൽ മുന്നോട്ട് വന്നതാണ്. തെസ്സലോനിക്കയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചവരാണ്. എന്നാൽ അവർ സുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ വിഗ്രഹാരാധന മാറിയിട്ട് അവർ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി ദൈവകൃപ പ്രാപിച്ച് പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാനും അവരുടെ വിശ്വാസം പ്രസിദ്ധമായി തീരുവാനും ഇടയായി തീർന്നു. അവർ തന്നെ അത് സാക്ഷ്യം പറയുക. അവർ സാക്ഷ്യത്തിൽ പറയും, ഞാൻ ഇങ്ങനെ വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന ആളാണ്, അതിനെ വിട്ടാണ് ഞാൻ ദൈവത്തിലേക്ക് വന്നത്. ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിച്ചു വന്നു തെറ്റായ രീതിയിൽ. എന്നാൽ യേശുക്രിസ്തുവിനെ ഞാൻ രക്ഷകനായി സ്വീകരിച്ചു. ജീവനുള്ള ദൈവത്തെ ഞാൻ പിൻപറ്റി ആ ദൈവനെ നടക്കുന്നു എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം ചെയ്യുന്നു. അപ്പൊ അവിടെയുള്ള വിശ്വാസികൾ വിഗ്രഹാരാധന വിട്ടുവന്നവരാണ്. ദൈവത്തിന്റെ സ്തോത്രം. അവരുടെ വിശ്വാസം പ്രസിദ്ധമാണ്. അവര് ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണ്. അവർ പരിശുദ്ധാത്മാവിനെ സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം സ്വീകരിക്കുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി നമ്മുടെ 2-ാം അധ്യായത്തിന്റെ 13-ാമത് വാക്യം വായിച്ചാണ്. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. സ്തോത്രം. അടുത്തത്, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായി തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ, ദൈവവചനം പ്രസ്താവിക്കുമ്പോൾ അവിടെയുള്ള വിശ്വാസികൾ ആ ദൈവത്തിനെ ഏറ്റെടുക്കുക, സ്വീകരിക്കുക, അത് അംഗീകരിക്കുക, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പലപ്പോഴും ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അത് ഏറ്റെടുക്കുവാനോ സ്വീകരിക്കുവാനോ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുവാനോ നമ്മൾ ശ്രമിക്കുന്നില്ല. സ്തോത്രം. അതെല്ലാം കേട്ട് നമ്മൾ കടന്നു പോകുന്നു എന്നല്ലാതെ എനിക്ക് ഈ വചനം എന്റെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരുവാൻ കഴിയും എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കണം. ആ പ്രായോഗിക ജീവിതത്തിലേക്ക് നമ്മൾ ദൈവവചനത്തെ കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നത്. സ്തോത്രം ചെയ്യുന്നു. അത് അവിടെയുള്ള വിശ്വാസം
വിശ്വാസികൾ ദൈവത്തിന്റെ വചനം കേട്ടിട്ട് പ്രായോഗിക ജീവിതത്തിലേക്ക് അവർ ഈ വചനം കൊണ്ടുവരുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് വിഗ്രഹങ്ങളെ അവർക്ക് ഉപേക്ഷിക്കാനിടയായതും രക്ഷകനായ യേശുവിനെ സ്വീകരിക്കാനും യേശുവിന്റെ പാതയെ പിൻപറ്റുവാനിടയായി തീർന്നത്. പ്രായോഗിക ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ വചനം അവർ വചനമനുസരിച്ച് മുന്നോട്ട് വരുവാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ടാണ് അവർ വ്യത്യസ്തപ്പെട്ട് സാക്ഷ്യമുള്ളവരായി അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാനിടയായത്. മാത്രമല്ല ദൈവത്തിന്റെ വചനം അവരിൽ വ്യാപരിച്ചുകൊണ്ടിരുന്നു. സ്വന്തം ദൈവവചനം വ്യാപരിച്ചുകൊണ്ടിരുന്നു. എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം വ്യാപരിച്ചുകൊണ്ടിരുന്നു. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവരതിനെ ജലാശയമായി മാറ്റുന്നു എന്നുള്ള ആ വചനം എന്റെ ഉള്ളിൽ വ്യാപരിച്ചിരുന്നതുകൊണ്ടാണ് എനിക്ക് അത്ഭുതകരമായ സൗഖ്യം. ശരീരത്തിന് യാതൊരു കേടും കൂടാതെ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് കർത്താവിനെ ശുശ്രൂഷിക്കാനും യാത്ര ചെയ്യുവാനും ഇടയായിട്ടുള്ള കാര്യമെന്ന് ചോദിച്ചാൽ എന്നിൽ കൂടെ ദൈവത്തിന്റെ വചനം വ്യാപരിച്ചു. നമ്മുടെ ഉള്ളിൽ കൂടെ നമ്മളിലൂടെ ദൈവത്തിന്റെ വചനം വ്യാപരിച്ചുകൊണ്ടേയിരിക്കണം. സ്വതന്ത്രം അങ്ങനെ വ്യാപരിക്കുമ്പോഴാണ് നമുക്ക് പുതിയ ബലവും പുതിയ ശക്തിയും പുതിയ കൃപയും അഭിഷേകവും അത് രോഗശാന്തിയും ഒക്കെ നമുക്ക് ഉണ്ടാകുന്നത്. ദൈവജനം നമ്മളോട് വ്യാപരിക്കുമ്പോഴാണ്. സാത്താൻ നമ്മളെ പിടിക്കാൻ കഴിയാതിരിക്കുന്നത് ദൈവജനം നമ്മൾ വ്യാപരിക്കുമ്പോൾ നമ്മൾ ശക്തിയോടുകൂടിയും ആരോഗ്യത്തോടുകൂടിയും ഉന്മേഷത്തോടുകൂടിയും ഉണർവോടുകൂടിയും ശ്വാസത്തോടുകൂടിയും ശക്തിയോടെയും നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ജീവിക്കുവാനും സാക്ഷ്യമുള്ളവരായി മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതുകൊണ്ട് ദൈവവചനം നമ്മൾ വ്യാപരിച്ചുകൊണ്ടേയിരിക്കണം. അടുത്തതായി ഒരു വചനം കൂടെ വായിച്ചുകൊണ്ട് ഞാൻ ഈ സന്ദേശത്തിന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 3-ാം അധ്യായത്തിന് 7-ാം വാക്യം. ഞങ്ങളുടെ സകല കഷ്ടങ്ങളിലും സങ്കടങ്ങളിലും ഞങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെ കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കും. ഞങ്ങളുടെ സകല കഷ്ടങ്ങളിലും സങ്കടങ്ങളിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെ കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കും. അപ്പൊ അവർ കർത്താവിൽ നിലനിൽക്കുന്നു. വചനം കേട്ട് ദൈവത്തിന്റെ വചനം നമ്മൾ വ്യാപരിച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൽ നിലനിൽക്കുവാനായിട്ട് കഴിയുള്ളൂ. സ്വത്രം അല്ലെ നിലനിർത്തിപ്പോവും, അടിതെറ്റി വീണുപോകും, ശ്വാസത്തിൽ പിന്മാറിപ്പോവും. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ നേരിടുമ്പോൾ നിലനിൽപ്പാൻ കഴിയാതെ പിന്മാറിപ്പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാവുന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കാരണം അത് ഈ ദൈവത്തിന്റെ വചനം അവർ വ്യാപരിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. സ്വത്രം അത് കർഷകരെ സംഘടിത വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെ കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. അവർ കർത്താവിൽ നിലനിൽക്കുകയാണ്. താവിന്റെ ദാസന്മാരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ കൊടുക്കുന്ന വചനങ്ങൾ ഏറ്റെടുത്ത് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരികയും അവർ അപൂർത്തിപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്ക് ജീവൻ ലഭിക്കുന്നത്. അവർ ശക്തിപ്പെടും, അവർ കൃപ പ്രാപിക്കും, അവർ ശുശ്രൂഷയിൽ വളരുവാനിടയാവും, ശുശ്രൂഷിക്കാനുള്ള ആഗ്രഹം അവർക്കുണ്ടാകും, പിന്നെയും പിന്നെയും ശുശ്രൂഷിക്കാനുള്ള ബലം അവർക്കുണ്ടാകുന്നത് കൊടുക്കുന്ന വചനം ഏറ്റെടുത്ത വിശ്വാസികൾ ആത്മീയമായി വളർച്ച പ്രാപിക്കുകയും വിശ്വാസത്തിൽ ഉറയ്ക്കുകയും ശക്തിപ്പെടുകയും ചെയ്യുന്ന കാണുമ്പോൾ സുവിശേഷ ഫലക്കാർ ശക്തിപ്പെടുവാനിടയാണ്. എന്നെ സംബന്ധിച്ചോളം ദൈവത്തിന് വചനം ശുശ്രൂഷിച്ച ദൈവത്തെ ആക്കിയ എല്ലാ സഭകളിലും കർത്താവിനെ ശക്തിയോടെ ശുശ്രൂഷിക്കുവാനും സഭ വളരുവാനിടയായി തീർന്നു. ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാനിടയായി ധാരാളം സുവിശേഷ ഫലക്കാര് വാർത്തെടുക്കുവാൻ ദൈവത്തിന് കൃപ വന്നു. അവരൊക്കെ ശക്തിപ്പെടുവാനിടയായി. ഞാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോൾ ഒരാൾ പോലും എന്റെ സഭയിൽ വിദേശ രാജ്യത്തില്ല. വളരെ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു, കർത്താവസ്ഥയ്ക്ക് മാറ്റം വരണം. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു സഹോദരി നഴ്സിംഗിനായിട്ട് അവർക്ക് IELTS പാസ്സായി 7 പ്രാവശ്യം എഴുതി വളരെ ശക്തമായി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ആ കുട്ടി പാസ്സായി. അങ്ങനെ UK വന്ന് ഇപ്പോൾ നേഴ്സായിട്ട് അവിടെ ജോലി ചെയ്യുന്നു. കർത്താവിന്റെ സ്തോത്രം. കൺവെൻഷന് വന്നിട്ടുണ്ടായിരുന്നു കാണുവാനിടയായി. അതിൽ ഭർത്താവും ഇവിടെ വരാനുള്ള വഴിയുണ്ടായി. അങ്ങനെ അനേക പ്രിയപ്പെട്ടവർ കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് പല ഭാഗങ്ങളിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഇന്ത്യക്ക് വെളിയിൽ പല ഭാഗങ്ങളിലേക്കും അയക്കുവാനും അതിന്റെ നന്മയും പച്ചയും തളർന്നും ഒക്കെ സഭയ്ക്ക് ഉണ്ടാകുവാനിടയായി തീർന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് കൂടെ ശക്തമായി പ്രവർത്തിക്കുവാനും ഉത്സാഹത്തോടുകൂടി ദൈവത്തിന്റെ വേല ചെയ്യുവാനും ദൈവത്തിന്റെ ദാസന്മാരെ പ്രാപ്തരാക്കുന്നത് വിശ്വാസികൾ വചനത്തിൽ വളരുമ്പോഴാണ്. സ്വന്തം കൊടുക്കുന്ന വചനം അവർ ഏറ്റെടുത്ത് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ വിശ്വാസികൾ ശക്തിപ്പെടുന്നു, അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു, അവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു, അവരുടെ നന്മകൾ
ഉണ്ടാകുന്നു. ഈ നന്മകളുടെ ഉണ്ടാകുമ്പോൾ ദൈവദാസന്മാർക്ക് സന്തോഷമാണ്. കർത്താവിന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവരെ അനുഗ്രഹിക്കപ്പെട്ടു, അവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു, തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. ഇതൊക്കെ കാണുമ്പോൾ ദൈവദാസന്മാർക്ക് എന്ത് സന്തോഷമാണെന്ന്. അതുപോലെയാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന അർത്ഥം ഞങ്ങൾ വീണ്ടും ജീവിപ്പിക്കും. അപ്പൊ ദൈവദാസന്മാരെ ജീവിപ്പിക്കേണ്ട ഉത്തരവാദിത്വം സഭാവിശ്വാസികൾക്കുള്ളതാണ്. അവരെ ഉന്മേഷത്തോടുകൂടി ആ കർത്താവിന് വേല ചെയ്യുവാന് അവരെ പ്രാപ്തരാക്കേണ്ടതിന്, ശക്തരാക്കേണ്ടതിന്, ബലപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കുമ്പോൾ, ശക്തിപ്പെടുമ്പോൾ, ബലപ്പെടുമ്പോൾ, നിങ്ങൾ ദൈവകൃപയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ, ആത്മാവിൽ സന്തോഷിക്കുമ്പോൾ ദൈവദാസന്മാർക്ക് പിന്നെയും പല സ്ഥലങ്ങളിൽ പോയി സുവിശേഷ വേല ചെയ്യണമെന്നും ആത്മാക്കളെ നേടണമെന്നും സുവിശേഷ വേലക്കാരെ ഒരുക്കി ഇറക്കണമെന്നുള്ള വലിയ ആശയം ഉണ്ടാക്കുവാനിടയായി തീരും. അതുകൊണ്ട് ദൈവദാസന്മാരെ വളർത്തിയെടുക്കുന്നത് ദൈവമക്കളാണ്. അവരെ വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം ദൈവമക്കൾക്കുള്ളതാണ്. നിങ്ങൾ ദൈവകൃപയിൽ നിറഞ്ഞ ദൈവദാസന്മാർ ബലപ്പെടും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സന്ദേശം. ഈ നിലകളിൽ തെസ്സലോനിക്ക സഭ ഒരു മാതൃകാ സഭയാണ്. അവിടെ വിശ്വാസികൾ മാതൃകയുള്ളവരാണ്. നമ്മുടെ ജീവിതത്തിന് മാതൃക പിൻപറ്റിക്കൊണ്ട് ഈ വചനഭാഗങ്ങൾ ശ്രദ്ധയോടെ വായിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് ഈ അളവിൽ ഞാൻ ആയിത്തീർന്നിട്ടുണ്ടോ, എനിക്ക് ആകാൻ സാധിക്കുമോ, ആകണമെന്നുള്ള ആശയോടെ നാം മുന്നോട്ട് പോകുമെങ്കിൽ നമ്മുടെ സഭയും വളരും. ഈ നിലയിൽ ഇംഗ്ലണ്ടിലുള്ള അല്ലെ UK-യിലുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭ നമ്മുടെ സഭയായി തീരും, ആയിക്കൊണ്ടിരിക്കുന്നു. ആകും, പിന്നെയും വളരും, അനുഗ്രഹിക്കപ്പെട്ട പുതിയ പുതിയ സഭകളും പുതിയ പുതിയ പ്രവർത്തനങ്ങളും ആരംഭിക്കുവാൻ ദൈവദാസന്മാരെ പ്രാപ്തരും ശക്തരുമാക്കും. നിങ്ങളെ തന്നെ അതിനായി പരിശുദ്ധാത്മാവ് ഒരുക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.